സിനിമ ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലാണുള്ളത്. ഭീമാപ്പള്ളിയിലോട്ട് പോവുകയാണ്. ഞങ്ങളിന്ന് ഭീമാപ്പള്ളിയിലോട്ട് ഒരു സിയാറത്തിന് വേണ്ടി പോവുകയാണ്. ഇപ്പോൾ നൗഫിയുടെ വീട്ടിലുള്ള എല്ലാവരും ഉണ്ട് കേട്ടോ. സ്റ്റേഷനിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ആലുവയിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. എല്ലാവരും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ എത്തിയിട്ടാ. എല്ലാവരും ഇതേ പോസ്റ്റായിട്ട് ഇരിക്കുകയാണ്. വണ്ടി എത്താൻ 5 മിനിറ്റ് സമയമുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും ഇരിക്കണ്ട. അപ്പുറത്തൊക്കെ ആയിട്ട് ഇരിക്കേണ്ട എല്ലാവരും. യാസി ആദ്യം അപ്പോൾ ഞങ്ങൾ ട്രെയിനിൻ്റെ ഉള്ളിലാണ് കേട്ടോ. പറവും ഇവരൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ട. ഭക്ഷണമല്ല, സ്നാക്സ്, ചിപ്സ് ഒക്കെ. സിനാന ഉള്ളിലുണ്ട്. സിനു പെട്ടെന്നോട് കാണില്ല. ചായ കുടിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. ട്രെയിനിൽ നിന്നുള്ള ചായയാണ്. അങ്ങനെയാണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. ആ ചായ തരം മേടിക്കല്ലോ, ഒന്നും മേടിച്ചോ യാസി. അമിലൂസ് അയ്യാ എന്താ അതെന്തുട്ടാ? യാസി നേരത്തോട്ട് പറയരുതിട്ടാ, പതുക്കെ കുത്തി ഇതാക്കത്. Canapé. ഞങ്ങളപ്പോൾ ഭീമാപ്പള്ളിയിൽ വന്നിട്ടാ. റെയിൽവേ സ്റ്റേഷനിലൊക്കെ വന്നിറങ്ങി. അവിടുന്ന് ബസ് ഉണ്ടായിരുന്നില്ല, പിന്നെ ഓട്ടോറിക്ഷയ്ക്ക് വന്ന് പള്ളിയിലെത്തി. അപ്പോൾ എല്ലാവർക്കും വിശപ്പൊക്കെ ആയിരുന്നു. അപ്പോൾ യാസി ഞങ്ങളിത് ആ ഹോട്ടലിൽ നിന്നാണ് ഫുഡ് കഴിച്ചത്. അപ്പോൾ അവരെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ പിന്നെ ബാക്കി വിശേഷങ്ങൾ കാണാം കേട്ടോ. ഷൈനാപ്പിയും ഐഷുമിയും വരാൻ കേട്ടോ ഫുഡ് കഴിച്ചിട്ട്. സിനാൻ്റെ ഭക്ഷണം കഴിച്ചാൽ വാതക്കിപ്പുണ്ട്. ഷാനാപ്പി ഷാനാപ്പി ഒരു ആടിനെ കാണാൻ കേട്ടത്. ആടുകൂട്ടം കിടക്കണ. അതിനെ കണ്ടിട്ടാണ് ഷാനാപ്പി കിടന്ന് കാണിക്കണേ കേട്ടോ. അവരതിൻ്റെ ഉള്ളിലോട്ട് കയറിയാണ്, മക്കാമിലോട്ട്. നമ്മളിങ്ങനെ ഫ്രണ്ടോട്ട് വേണം. പള്ളീൻ്റെ ഒക്കെ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളൊക്കെ ചെയ്തിട്ട് കേട്ടോ. കംപ്ലീറ്റ് ഉറൂസ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇവിടെ 3-ാം തീയതി ഉറൂസാണ് കേട്ടോ. ഭീമാപ്പള്ളി ഉറൂസാണ് 3-ാം തീയതി. അപ്പോൾ ഞങ്ങൾ ഇച്ചിരി നേരത്തെ ആയിപ്പോയി. അപ്പോൾ രാവിലെ സുബീസ്കാരം കഴിഞ്ഞ് മക്കാമിൽ സിയാറത്തൊക്കെ ചെയ്ത് കുറേ ഉസ്താദന്മാരും മുത്തലിയും പിള്ളേരെല്ലാവരും ഉണ്ടായിട്ടാ. അപ്പോൾ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഞാൻ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങിയൊക്കെയാണ്. കണ്ട് ഒരുപാട് പ്രാവേളൊക്കെ അവിടെ കിടന്ന് പറക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആടുകൾക്കൊക്കെ ഒരുപാട് ഒരു തീറ്റ കൊടുക്കുന്നുണ്ട്. ഇവിടെ ഈ വന്ന 3-ാം തീയതി ഉറൂസ് തുടങ്ങാൻ കേട്ടോ. അപ്പോൾ അതിൻ്റേതായ അലങ്കാരപ്പണികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കണം കണ്ട. ഓരോ കൊടികൾ അതുപോലെ അതൊക്കെ ആയിട്ട് ഇങ്ങനെ ലൈറ്റ് അറേഞ്ച്മെൻ്റൊക്കെ. പള്ളി കംപ്ലീറ്റ് ലൈറ്റ് അറേഞ്ച്മെൻ്റാണ്. പള്ളിയുടെ ഒരു വ്യൂ ആണ് കേട്ടപ്പാ. ഇതാണ്ട ഞങ്ങൾ താമസിക്കാൻ വേണ്ടി എടുത്തേക്കണ റൂം. പള്ളിയുടെ ഇത് തന്നെ കേട്ടോ. പള്ളിനോട് ചേർന്ന് തന്നെയാണ് റൂം ഇട്ടേക്കണം. അപ്പം നമ്മുടെ റൂം ഇതാണ് 5 കയറി ഫസ്റ്റ് റൂമാണ് നമ്മുടെ.
അപ്പൊ ഇവിടെ കടലുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കടൽ കാണാൻ പോയിട്ട് എല്ലാവരും കൂടി ഷനാപ്പി വിളിക്കുന്നതേ വേന. ആ അപ്പൊ ഞങ്ങളിങ്ങനെ കടൽ കാണാൻ പോയ എന്നെ പിടിച്ചാടി നൗഫി സമ്മതിക്കണില്ല. അപ്പോൾ അതെ ഞങ്ങളെല്ലാവരും കൂടി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയെന്ന് പറഞ്ഞ് പിള്ളേരൊക്കെ വെറുതെ ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിള്ളേർക്ക് എവിടെയെങ്കിലും ഒന്ന് പോകണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കേണ്ട. നമ്മളവിടെ എത്താറായി. തൊട്ടടുത്ത് തന്നെ ഉണ്ട് പള്ളിയുടെ. ഇവിടെ ഹാർബറൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. മീൻ കച്ചവടക്കാരൊക്കെ ഉണ്ട്. നോക്കാം, നമ്മളതായിട്ട് വേണമല്ല. അപ്പം കടലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെയൊക്കെ അതിൻ്റെ പേരിൽ ഇവിടെ ഒരു മനുഷ്യനും ഇല്ല കേട്ടോ. തിരമാലകൾ അടിച്ച് കയറുന്നുണ്ട്. എല്ലാവരും വന്ന് വെറുതെ പോയി നോക്കിക്കണ്ട. അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. അവിടെയൊക്കെ ഭയങ്കര വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടില്ല. പിള്ളേരൊക്കെ അതേ പുറത്തൊന്ന് നോക്കിക്കണം. ഒരാൾ പീച്ച് കാണാൻ വേണ്ടി കയറിക്കുന്നതാണ് അവിടെ മുകളിൽ. ചെനാപ്പി തൊപ്പിയൊക്കെ വെച്ചിറങ്ങിക്കണം. ചെനാപ്പി ഇവിടെ തൊപ്പിയൊക്കെ വെച്ചാൽ ഇറങ്ങിയേക്കണം പിള്ള. വള്ളങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു വണ്ണം വന്നിട്ടുണ്ട്. അതിൽ ചെമ്മീൻ ഉണ്ടെന്ന് അവർ പറഞ്ഞ്. ഇപ്പം നമ്മളങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. പിന്നെ വള്ളം ദേ അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തൊട്ടൊക്കെ ഉള്ളതെന്ന് നമുക്ക് നോക്കാം കേട്ടോ. എന്തൊട്ടൊക്കെ മീനുണ്ടെന്നുള്ളത്. അപ്പം ഞങ്ങളൊന്ന് വന്ന് നോക്കാമെന്ന് ഓർത്ത് വരിയായിട്ട് വരാം കേട്ടോ. നൗഫിയും പിള്ളേരൊക്കെ അവിടെ നിന്ന് വരണുള്ളൂ. അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങണുള്ളൂ കേട്ടോ. അപ്പം ഞണ്ട് മീനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് എന്തൊട്ടൊക്കെ നോക്കാം. കൊണ്ടുപോയോടി. ഒരെണ്ണം വണ്ട് അപ്പൊ അത് മനായി കയറിട്ടാ. അങ്ങോട്ട് പോണ്ടാന്നിട്ടാ. അവിടെ നിന്നത് പങ്കായം. ചെണ്ണപ്പി അപ്പോൾ അതേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെയൊക്കെ കണ്ടിട്ടാ. എന്നിട്ട് ലോബ്സ്റ്ററാ. പിന്നെ അതേ ഞണ്ടുകൾ എടുക്കണ. അപ്പോൾ ഇതാണ് ഒരു വള്ളം വന്നിട്ടുണ്ട്. ഒരു പിടിച്ച് കയറ്റുന്നുണ്ട്. അതിലെന്തിട്ടുള്ളതെന്ന് നോക്കുക. ആ ചേട്ടൻ തുറക്കണ്ട കേട്ടോ. എന്നിട്ടുള്ള നോക്കാം നമുക്ക്. നീക്ക ചേട്ടൻ തുറക്കട്ടെ. കാണികളുടെ ബഹളം കേട്ടോ. അതാണ് കിട്ടിയേക്കണവർക്ക്. ഇത്രയും മീനെ കിട്ടിയാണ്. പച്ച അയില, നല്ല സൂപ്പർ അയില. അയിലാണ് കിട്ടിയേക്കണ. ഒരു ആയ കൊടുത്തേക്ക്. ചായ കൊടുത്തടാ.
ചാണാപ്പി അല്ല പറു അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് മാരിപുസ്കാരം കഴിഞ്ഞാൽ നമ്മൾ ഭീമാപ്പള്ളിയിൽ നിന്ന് ഇറങ്ങേണ്ട. ഇവിടെ ഇപ്പോൾ നാളെ കൊടിയേറ്റവും കാര്യങ്ങളൊക്കെയാണ് നാളെ. അപ്പോൾ നമുക്ക് നിൽക്കാൻ പറ്റില്ല, കാരണം വെച്ചാൽ തിങ്കളാഴ്ച സ്കൂൾ ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിവിടുന്ന് പോകും, മാരിമഹിമ ഇറങ്ങും. ഞങ്ങൾക്ക് നാളെ രാവിലെ 5:50 ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന്. പക്ഷേ ഇന്നിപ്പോൾ ഇവിടെ വാപ്പച്ചിയുടെ ഒരു കൂട്ടുകാരൻ്റെ വീടുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് വിളിക്കുകയാണ്. ഇന്നും കൂടി പള്ളിയിൽ രാത്രി നൈറ്റ് ഇവിടെ നിന്നിട്ട് പോകാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് രാവിലെ ഇവിടെ നിന്ന്. അപ്പോൾ അവർ വിളിച്ചിട്ട് ഇത്ര അടുത്ത് വന്നിട്ട് ചെല്ലാണ്ടിരിക്കുന്നതൊക്കെ ചോദിച്ചതുകൊണ്ട് ഞങ്ങളെന്നാൽ ഇന്ന് രാത്രി അവിടെ തങ്ങാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടുന്ന് മരിബൈമ ഞങ്ങൾ ഇറങ്ങും. അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ. എൻ്റെ റിൻസിയൊക്കെ അത് അടിച്ച് പൊളിക്കുകയാണ്. അപ്പോൾ മരിബൈമ ഇൻഷാ അല്ലാ ഭീമാപ്പള്ളിയിൽ നിന്ന് ഇറങ്ങാമെന്ന് ഓർത്തൊക്കെയാണ്. രാവിലെയാണ് ഇനിയിപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ട്രെയിനുള്ളത്. വൈകിട്ട് ചെറിയ ചായ കുടിക്കാന്ന് പറഞ്ഞിട്ട് ചായ കുടിക്കാനുള്ള ടൈമാണ്. അപ്പോൾ മഗ്‌രിബ് കൊടുക്കണ സമയം വറായി. അപ്പോൾ ഞങ്ങൾ പള്ളിയിൽ സിയാറത്തിന് വേണ്ടിയിട്ടൊന്ന് കയറാമെന്ന് ഓർത്താണ്. ബാങ്ക് കൊടുത്തേക്കുമ്പോൾ സിയാറത്തും കഴിഞ്ഞ് പോകാമെന്ന് ഓർത്തേക്കണ്ട. വൈകിട്ടത്തെ വ്യൂ ആണ് ഇപ്പോൾ അത്. അല്ലാ സേനാപ്പി ആടിനെ കണ്ടിട്ടാ, ആടിനെ കണ്ട് ആട് ആട് ഓ ആടിനെ കണ്ട് ആടിനെ അന്വേഷിച്ച് പോണതാണ് കേട്ടോ. ആടിനെ പിടിക്കാൻ പോണതാണ്. അപ്പോൾ അതെ ഞങ്ങൾ മക്കാമിൻ്റെ ഫ്രണ്ടിലാണ്. മഗ്‌രിബ് കഴിഞ്ഞ് യാസിനെ കോതി ഞങ്ങളപ്പോൾ ഇനി വീട്ടിലോട്ടല്ല വാപ്പച്ചിയുടെ കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് പള്ളിയിൽ നിന്ന്. ഇനിയിപ്പോൾ നാളെ രാവിലെയാണ് ട്രെയിനിലാണ്. അപ്പോൾ അതേ പള്ളിയുടെ അവിടെ നിന്ന് പോവുക. അപ്പോൾ ഞങ്ങൾ ഭീമാപ്പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടാണ്. അതേ ബസ്സിൻ്റെ അകത്താണ് പിള്ളേർ. ഇനിയിപ്പോൾ അവരുടെ വീട്ടിലോട്ട് പോകാണ്. എന്നിട്ടാണ് അവിടെ ചെന്നിട്ടാണ് ബാക്കി നോക്കാം. ഞങ്ങളപ്പോൾ തിരുവനന്തപുരം കിഴക്കേക്കോട്ട ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ നിലവിൽ ഇവിടുന്ന് പേരാമ്പ്ര റൂട്ട് ബസ്സിന് പോകണം. അപ്പോൾ ഞങ്ങൾ ബസ് കയറട്ടെ കേട്ടോ അവരുടെ വീട്ടിലുള്ള. അപ്പോൾ ഞങ്ങൾ പേരൂർക്കട ബസ്സിൽ കയറിയിട്ടാണ്. പേരൂർക്കട ബസ്സിലാണ് ഇരിക്കണം. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി പോകണ്ട പറയാനേ. അപ്പോൾ ഞങ്ങൾ ട്രെയിനിലാണ് കേട്ടോ. തിരിച്ച് വീട്ടിലോട്ട് പോയാണ്. 5:50 ഇവിടുന്ന് വണ്ടി എടുക്കും. 5:45. അപ്പോൾ എല്ലാവരും വണ്ടിയിലുണ്ട്. വാപ്പച്ചി സൈനാപ്പിനോട് പുറത്തോട്ട് പോയൊക്കെ കേട്ടോ. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം. ബൈ ബൈ.